ഇവിടെ എല്ലാരും സ്മാർട്ട് ആണല്ലോ അഞ്ജു. നമ്മളാ പൊട്ടന്മാരും തോന്നുന്നു. ആഗ്രയിൽ എന്താ സംഭവിച്ചെന്ന് നമ്മൾ ഇനി എങ്ങനെ അറിയും? ചേച്ചി, നമുക്ക് അച്ഛന്റെ ഫോൺ എടുത്ത് നോക്കിയാലോ? അത് ശരിയല്ലേ? അച്ഛ, ഞങ്ങൾ അച്ഛനെ കാണുമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്താ മോളെ? അത് പിന്നെ അച്ഛ, എനിക്കൊരു ഫ്രണ്ടിനെ വിളിക്കണായിരുന്നു. അച്ഛന്റെ ഫോൺ എന്തോ? താങ്ക്സ് അച്ഛാ. വേദാന്തേട്ടൻ അമ്മു ചേച്ചി ആഗ്രയിൽ വെച്ച് പ്രൊപ്പോസ് ചെയ്തോ? എന്താണ് ചേച്ചി ഇതൊക്കെ? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല അഞ്ജു. ചിലപ്പോ ഇതിനായിരിക്കും അച്ഛനമ്മയെ ദേഷ്യപ്പെട്ടത്. ഇത് തന്നെ ആണോന്ന് എങ്ങനെ അറിയാം അഞ്ജു? ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അതിനെന്തിനാ വെറുതെ എല്ലാരും ദേഷ്യപ്പെടുന്നത്? ഇവിടേക്ക് വരും എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു വേദാന്ത്. വേദാന്തേട്ടാ, അമ്മേ, അകത്തേക്ക് കയറി പോമോ? അമ്മ, ഞാൻ പറയുന്നത് കേട്ടാ മതി. അകത്തേക്ക് പോകാൻ നോക്ക്. അമ്മയെന്ന് നീ വിളിക്കുന്ന സ്നേഹത്തോടു കൂടിയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ? ഞാനിങ്ങോട്ട് വന്നത് എന്തിനാണ് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അമൂല്യക്ക് വേറെ കല്യാണം ആലോചിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. സിസ്റ്റർ സിസ്റ്റർ എന്താണോ നമ്മൾ നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ നടക്കാൻ പോവാ. നീ ഡ്രാമ കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ്. വെറുതെ ഇങ്ങനെ കിടന്ന് ഓവർ ആവണ്ട. എല്ലാം കൈവിട്ടു പോകുന്നുള്ള ടെൻഷനിലാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതിനെ ചേച്ചി ഡ്രാമ എന്ന് പറയുന്നത്. വേദാന്ത് വീണ്ടും പ്രമീളയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ചേച്ചി.
അവൻ അവിടെ പോയെന്ന് കരുതി നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റുമെന്ന് ഓർത്ത് നീ പേടിക്കണ്ട. ചേച്ചി ഇങ്ങനെല്ലാം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അതിലും ഭീകരമായിരിക്കും അവസ്ഥ. അവൻ അവിടെ പോയിട്ട് അവിടെ അച്ഛന്റെ അമ്മയുടെയും കാലി വീഴും. ദേവി എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണം. എനിക്കിനി അമൂല്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മേ അച്ഛ എന്നും പറഞ്ഞവൻ കരയും. അത് കേൾക്കുമ്പോ അവരുടെ മനസ്സങ്ങ് അലിഞ്ഞു പോവും. ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്കാരുടെ ഹൃദയം ഉണ്ടല്ലോ, സെന്റിമെന്റ്സ് എന്ന് കേട്ടാ മാത്രം മതി, അപ്പൊ തന്നെ അലിഞ്ഞ് താഴെ വീണുപോകും. വേദാന്ത് അവിടെ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചാ പ്രേമിയിൽ അത് സമ്മതിക്കുന്നുള്ളൊരു ഉറപ്പല്ലേ? പിന്നെ നമ്മൾ രണ്ടുപേരും പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. വേദാന്ത് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ഉറപ്പാ. വേദാന്ത് ഒരിക്കലും അവരോട് അങ്ങനെ ഒന്നും സംസാരിക്കില്ലേ. അതുമല്ല, നീ പറഞ്ഞതുപോലെ അവൻ അവരുടെ കാല് പിടിക്കാനും നിൽക്കില്ലേ. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇതിലൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല സിസ്റ്ററെ. ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടി വേദാന്ത് എന്ത് ചെയ്യാനും മടിക്കില്ല. അവിടെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാ അവൻ പ്രപ്പോസ് ചെയ്തേ. ഇപ്പൊ അവരുടെ കാല് വീണ് ക്ഷമ ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ നീ പറഞ്ഞത് കേട്ട് ആലോചിക്കുമ്പോ എനിക്ക് നല്ല ടെൻഷനുണ്ട്. നീ പറഞ്ഞതുപോലെ വേദാന്ത് അവരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാലേ വീണാലോ? അങ്ങനെയാണെങ്കിൽ ആ പ്രമേളയുടെ മനസ്സ് മാറും. അപ്പൊ പിന്നെ ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക സിസ്റ്ററെ? ഇതെവിടെ വരെ പോവുമെന്ന് നമുക്ക് നോക്കാം. ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഈ പ്ലാൻ ഫ്ലോപ്പ് ആക്കി കളഞ്ഞാലും എന്റെ അടുത്ത പ്ലാൻ ഞാൻ വർക്കൗട്ട് ചെയ്യും. ഇനി അങ്ങനെയല്ല, അവസാനം ഇത് കല്യാണം വരെ എത്തിക്കഴിഞ്ഞാൽ വേദാന്തിനൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം അമൂല്യക്കുണ്ടാവില്ല. അവളെ അങ്ങ് തീർത്ത് കളയും. ഇതൊരു ജീവൻ മരണ പോരാട്ടം. ശക്തിയും ബുദ്ധിയുള്ളവൻ മാത്രമേ ഇവിടെ ജയിക്കാൻ പാടുള്ളൂ. ആരെന്തറിഞ്ഞാലും ഇല്ലെങ്കിൽ എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. എനിക്ക് നിന്നോട് ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനുമില്ല. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ആഗ്രയിൽ വെച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറ്റിയേ? അവിടെ നിന്ന് ഞങ്ങൾ വന്നപ്പോ ഒരു മായാലോകത്തിൽ അകപ്പെട്ടു പോയതാ. ഇവിടെ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. ഒരുപാട് കാശ് കാണുമ്പോ ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കില്ല മോനെ. ഞങ്ങളുടെ അന്തസ്സിന് ഒരു കുറവും വരാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. ഞങ്ങൾ കാശിന് വേണ്ടി ജീവിക്കുന്നവരല്ല. ഇതുവരെ അങ്ങനെ ജീവിച്ചിട്ടില്ല, ഇനിയോട്ട് ജീവിക്കുകയില്ല. അഭിമാനവും അന്തസ്സുമാണ് ഞങ്ങളുടെ കൈമുതൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട്. എന്താന്ന് വെച്ചാ ഞങ്ങളെപ്പോലുള്ളവർക്ക് അന്തസ്സും അഭിമാനവുമാണ് സ്വത്ത്. ഞങ്ങളുടെ അഭിമാനം വിട്ട് ഞങ്ങൾ എങ്ങും താഴ്ന്നു കൊടുക്കില്ല. അങ്ങനെ ജീവിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അമ്മേ, എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. എന്തായാലും വീട് വരെ വന്നതല്ലേ, ഒരു ഗ്ലാസ് കോഫി തരാം, അത് കുടിച്ചിട്ട് പോയാ മതി. അവളങ്ങനെ മുന്നും പിന്നും നോക്കാറ് സംസാരിച്ചോർത്ത് മോഹം വിഷമിക്കണ്ട. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ നടക്കേണ്ടതല്ലേ. മനസ്സ് വിഷമിച്ച് നടത്തിയ ആ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം ഉണ്ടാകാനാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ഇവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അമ്മേ, എന്റെ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇൻസൾട്ട് ആയി എന്ന് എനിക്കറിയാം.
അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സത്യമോ പറയുന്നമ്മേ, എനിക്കതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. അവരാരാന്ന് പോലും എനിക്കറിയില്ല. അന്ന് അമ്മാവൻ ക്ഷണിച്ചതുകൊണ്ടാ അവരാ ഫംഗ്ഷനിൽ പങ്കെടുത്തത്. അവരങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുക. എന്റെ അമ്മുവിനെ എനിക്ക് തരണം. എനിക്ക് അമൂല്യ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ദയവേത് ഞങ്ങൾ അകറ്റരുതമ്മേ. അമൂല്യ എന്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അമ്മേ, ആദ്യം എല്ലാം നിങ്ങളോട് എന്നെ പറഞ്ഞതും അമൂല്യയെ കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിച്ചതും. അമൂല്യ ഇല്ലാത്ത മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അമ്മേ. എന്റെ മനസ്സിൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്മ പറഞ്ഞ പോലെ എനിക്ക് കാശും പണം ഒന്നും വേണ്ട. എനിക്ക് സ്നേഹം മാത്രം മതി. എന്റെ അമ്മൂനെ മതി. എനിക്ക് ഫാമിലിയെ പ്രധാനം. ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ദയവായിട്ട് എന്നെ ശിക്ഷിക്കരുതമ്മേ. ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി അനുഗ്രഹിക്കേണ്ടത് അമ്മയാണ്. ഇനി കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ശല്യപ്പെടുത്തില്ല. ഇനിയല്ല അമ്മയുടെ ഇഷ്ടം. മറ്റൊരാൾ പറഞ്ഞതിന്റെ പേരിലല്ല ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് വേദാന്ത്. നിന്റെ അമ്മ ഞങ്ങളോട് ചെയ്ത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അന്ന് സംഭവിച്ച എന്താണെന്ന് വേദാന്തിനോട് മാത്രം പറഞ്ഞാലോ? ആ ദാരിദ്ര്യം പിടിച്ചവർക്ക് എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അത് ശരിയാവില്ല. ഒരമ്മയും മകനും തമ്മിൽ തെറ്റാൻ ഞാൻ ഒരിക്കലും കാരണമാകാൻ പാടില്ല. അന്ന് സംഭവിച്ച കാര്യങ്ങളിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ടമ്മേ. പക്ഷെ അതിന്റെയൊക്കെ അവസാനം ഇത്രയും ഭീകരമായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് അമ്മ എന്തിനാ ടെൻഷൻ ആവുന്നേ? നാട്ടുകാർ അവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും. നമ്മളതൊന്നും കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാ അവരായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞോളൂ അമ്മേ. ഇപ്പൊ ആരോ എന്തൊക്കെയോ പറഞ്ഞു. നാളെ മറ്റാരെങ്കിലും വേറെന്തെങ്കിലും പറയും. ഇങ്ങനെ മറ്റുള്ളവര് പറയുന്നത് കേട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അമ്മേ? നമ്മുടെ ഭാവിയെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. വേറെ ആരെയും മൈൻഡ് ചെയ്യണ്ട. ഇവരീ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മളെ നേർവഴിക്ക് നടത്തില്ല. അതൊന്ന് മനസ്സിലാക്കേണ്ട അമ്മേ. നീ പറഞ്ഞ സത്യം തന്നെയാണ് വേദാന്ത്. പക്ഷെ പല കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ കാണുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതിന് മുമ്പ് നമ്മൾ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് അതറിയാനുള്ള കഴിവുണ്ടാവും. നിന്റെ വീട്ടിലും അങ്ങനെ തന്നെയാ. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊന്നും മുഴുവനും സത്യങ്ങളല്ല. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ പലതും ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ മകളെ കെട്ടിച്ചയക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല വേദാന്ത്. ഇതൊന്നും അറിയാതെ എന്റെ ആദ്യത്തെ മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ അയച്ചു. അതാലോചിക്കുമ്പോൾ എനിക്കിപ്പോ നല്ല വിഷമമുണ്ട്. ഇനി അതേപോലെ വിഷമിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇതിനപ്പുറം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. നിന്നോട് എനിക്ക് ആ പഴയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിനക്ക് സുഖമാണോ അമൂല്യ? നീ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വീട്ടിലേക്ക് കയറി വന്നാൽ എനിക്ക് എങ്ങനെ സുഖമായിട്ടിരിക്കാൻ പറ്റും? എനിക്ക് തീരെ സുഖമില്ല. അതെന്താടി കഴുതേ? ചോദിക്കാതെ പറയാതെ എന്തിനാ വന്നത്? കണ്ണ് നിറയെ കാണാൻ പോലും പറ്റിയില്ല. അടുത്ത് വന്ന് നിന്ന് സംസാരിക്കാനും പറ്റിയില്ല. എല്ലാ കാര്യങ്ങളും എത്ര പെട്ടെന്ന് മാറി മറിഞ്ഞേ. നമ്മുടെ അവസ്ഥ നോക്ക്. ഇതിലൊന്നും എനിക്കൊരു അത്ഭുതവും ഇല്ല. എന്തൊക്കെയായാലും ഒരു റൗഡി പെണ്ണിനെയല്ലേ ഞാൻ പ്രേമിച്ചത്. അങ്ങനെയുള്ളപ്പോ എന്റെ ലവ് സ്റ്റോറി സിമ്പിൾ ആവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി ഇതിനേക്കാളും വലിയ ട്വിസ്റ്റും പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ വരും. ഞാൻ എല്ലാത്തിനും റെഡിയാ.
എത്ര ഈസി ആയിട്ട് അത് പറഞ്ഞു തീർത്തത്. എന്റെ വിഷമൊന്നും നിനക്ക് മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമൂല്യ? നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മാത്രമേ അറിയൂ. നീ ഇങ്ങനെ അകന്നു നിൽക്കുന്നതിലും വലിയ ശിക്ഷ വേറൊന്നും കിട്ടാനില്ല എനിക്ക്. ഇപ്പൊ ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നതും അത് തന്നെയാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം നടക്കും തോന്നുന്നുണ്ടോ? നിന്റെ ആ പൊട്ട റാണിയാണ് സത്യം. ഞാൻ നിന്നെ കെട്ടു, അല്ലെങ്കിൽ ഞാൻ വേറെ കെട്ടും. ഒന്ന് ചുമ്മാ ഇരിക്കെ. തമാശ കളിക്കാനുള്ള സമയാണോ? എന്റെ അമ്മയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എന്റെ അമ്മ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്ന് മാറത്തില്ല. എടി കഴുതേ, നീ എന്തിനാ സിനിമ ഡയലോഗൊക്കെ പറയുന്നേ? ഇതൊന്നും സിനിമ ഡയലോഗ് അല്ല. ഞാൻ പറഞ്ഞതൊരു യൂണിവേഴ്സൽ സത്യം. മനുഷ്യരുടെ അവസ്ഥ എല്ലായിടത്തും ഒരുപോലെയല്ലേ. അതുകൊണ്ട് ഈ ഡയലോഗ് പിന്നെയും പിന്നെ സിനിമയിൽ ഇടുന്നത്. എന്നാ അങ്ങനെ ഒരു ഡയലോഗ് ഞാനും തിരിച്ചു പറയുക. നല്ലോണം കേട്ടോ. ഈ വിഷയത്തിൽ ഞാനും നിന്റെ അമ്മയെ പോലെ തന്നെയാ. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. എനിക്ക് തീരെ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നുന്നില്ല. അതെന്താ? ഡയലോഗ് നിനക്ക് ഇഷ്ടമായില്ലേ? അല്ല, ആ ഡയലോഗ് പറഞ്ഞാൽ അത്ര ഈസി അല്ല എന്റെ അമ്മയെ മാറ്റാൻ. നീ എന്റെയാണ്, ഞാൻ നിന്റെയുമാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ തന്നെ കെട്ടു. നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ എന്റെ വീടിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല വേദാന്ത്. പ്ലീസ്, നീ ഇവിടുന്ന് പോവാൻ നോക്ക്. നീ വേദാന്ത് മേനോനാ, ദ ഗ്രേറ്റ് വേദാന്ത് മേനോൻ. നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. അത് പുറമേ കാണുന്നവർക്കാ. എനിക്കും എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. എനിക്ക് ഈ ലോകത്ത് ഇപ്പൊ ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയാ. മാത്രമല്ല, നിന്നെ പോലൊരു പെണ്ണിന് വേണ്ടി എനിക്ക് റിസ്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തു വന്നാലും സാരമില്ല. അമ്മയെ കൺവിൻസ് ചെയ്യാന്നുള്ളതാ ഇപ്പൊ മുതൽ എന്റെ ലക്ഷ്യം. നിന്നെ പോലൊരു നല്ല പയ്യനെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രണയം കണ്ടിട്ട് ആരൊക്കെയോ നമ്മുടെ പ്രണയത്തെ കണ്ണുവെച്ചു എന്നാ. അതിന് നമ്മുടെ ആഞ്ജനേയ സ്വാമിക്ക് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഇട്ടേ പറ്റൂ. കണ്ണുവെച്ചവരെ ആദ്യം ശരിയാക്കണം. വേദാന്ത് അമ്മൂലിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഫോണാണെങ്കിൽ ഇതുവരെ എടുത്തിട്ട് പോലുമില്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയൂല്ല. അത് ശരിയാ സിദ്ധാർത്ഥ്. ചെറിയമ്മ സമ്മതിച്ചോ ഇല്ലയോന്ന് അറിയില്ലല്ലോ. എനിക്കത് ഓർത്തിട്ട് നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. നിക്ക്, ഞാനെന്തായാലും ചേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ പറ്റിയ കളിയാ? ചേട്ടനെന്തോ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തോ പ്രശ്നമുണ്ട്. അവിടെ ഇനി ചേട്ടനും അവരായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോന്ന് ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കമോൺ ആദ്യ, എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? അതിന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇവിടെ ഹോപ്പൊന്നുമില്ല അളിയാ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരിട്ട് അവിടെ പോയി അന്വേഷിച്ചാലോ? കറക്റ്റ്. നമ്മൾ അവിടെ പോകുന്നത് തന്നെ ശരി. പോയി കഴിഞ്ഞാ ചേട്ടന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മോറൽ സപ്പോർട്ട് ആവില്ലേ? മാത്രമല്ല ചെറിയമ്മയോട് സംസാരിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്യാം. എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല. നമ്മളവിടെ പോയാലായിരിക്കും ചിലപ്പോ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത് നമ്മളവിടെ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. എന്താളി ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ മുമ്പിൽ ഓരോ നിമിഷം ഇമ്പോർട്ടന്റാ. ഇക്കാര്യത്തിൽ ഇനിയൊരു ഡിലേ ഉണ്ടാവാൻ പാടില്ല. ചേട്ടാ, സിദ്ധാർത്ഥ് പറയുന്നൊന്നും കാര്യമാക്കണ്ട. പക്ഷേ ചേട്ടൻ ഇങ്ങനെ വിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. വാ, നമുക്ക് പോവാം. നീ ഇങ്ങനെ വാശി പിടിക്കില്ല ആദ്യ. നീ ഇപ്പൊ അങ്ങോട്ട് പോയാലും അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ചെറിയമ്മയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. ചെറിയമ്മ അങ്ങനെ ഒന്നും ഒരു വാശിയും കാണിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഈ കാര്യത്തില് ഇത്രയ്ക്ക് അങ്ങോട്ട് കടുപ്പം കാണിക്കുന്ന സ്ഥിതിക്ക് ചെറിയമ്മയെ കൺവിൻസ് ചെയ്യാന്നുള്ളത് നടപ്പുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രല്ല, ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ഏട്ടൻ പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട വിക്കി. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവിടേക്ക് പോകുന്നതെങ്കിലും ചിലപ്പോൾ അത് മാത്രം മതി വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ. നമ്മൾ അവിടെ പോകുന്നത് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടണമെന്നാ? അതങ്ങനെ അല്ല ആദ്യ. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണോ? ചെറിയമ്മയ്ക്ക് കുറച്ച് സമയം കൊടുക്കണം. അത്ര പെട്ടെന്നൊക്കെ സമ്മതിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അളിയ, അളിയൻ ഇത്ര കാര്യമായിട്ട് പറയുന്നോണ്ട് ഇപ്പൊ നമ്മുടെ ഈ മിഷന് അധ്യക്ഷത വഹിക്കേണ്ടത് അളിയനാ. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോകണമെന്ന ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നിട്ടിപ്പോ നിങ്ങൾ എന്നെ തന്നെ അതിനിടയിലേക്ക് പറഞ്ഞുവിടാണോ?
ചെറിയമ്മയ്ക്ക് അളിയനോടൊരു പ്രത്യേക സ്നേഹമുള്ളതല്ലേ? മാത്രമല്ല ആ വീട്ടില് ഒരേ ഒരു ആൺകുട്ടി അളിയനാ. ചെറിയമ്മയെ കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അളിയന് മാത്രമുള്ളത്. അവിടെ ഇപ്പൊ ചെറിയമ്മയുടെയും ചെറിയച്ഛന്റെ അവസ്ഥ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാൻ ഞാൻ. അതുകൊണ്ട് ഇപ്പൊ നൈസായിട്ട് എന്നെ ഈ ട്രാപ്പിലാക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ. അളിയ, ലവ് മാരേജ് ആകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉറപ്പാ. പക്ഷെ അതിനിടയിൽ അളിയനെ പോലുള്ള മീഡിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാ. ഞങ്ങളിപ്പോ ചേട്ടനെ കാണാൻ വേണ്ടിയാണ് ആ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷെ അളിയനും കൂടി ഒന്ന് സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പരിഗണന കിട്ടും. ആ പറഞ്ഞത് ശരിയാ സിദ്ധാർത്ഥ്. നീ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് രണ്ട് കുടുംബങ്ങളെ ഒന്നാക്കി നമുക്ക് ഒന്നിച്ചു പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നതേ ചെറിയമ്മ ചെറിയവെടുത്ത് എന്റെ തലയ്ക്ക് അടിക്കുമെന്ന് തന്നെയാ. വെറുതെ ജാട കാണിക്കല്ലേ, നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? നീ എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ഞാൻ പേടിപ്പിക്കൊന്നുമല്ല, ചെറുവിക്കടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. എന്റെ പൊന്നു മോളെ, ഈ മരമണ്ടം വെറുതെ പറഞ്ഞതാ. നീ അതൊന്നും സീരിയസ് ആക്കി എടുക്കല്ല. ആദ്യം എല്ലാരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ പിന്നെ എന്ത് പറയാനാ? ഇറങ്ങാം, ബാക്കിയൊക്കെ പിന്നെ. ദൈവമേ.